പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് അല്പസമയം ഒരു വിഷയം സംസാരിക്കുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിരുന്ന കാര്യങ്ങളാണ്. IPC കുമ്പനാട് ഹെബ്രോൻപുരത്ത് നടന്ന കൂട്ടയടിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെറിവിളിയും ആ കലാപരിപാടികളെല്ലാം ലോകം മുഴുവൻ കണ്ടു. എല്ലാവരും അത് മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു. ഇവന്മാർ യാതൊരു തരത്തിലും രക്ഷിക്കപ്പെട്ടവരല്ല, രക്ഷിക്കപ്പെട്ടവരുടെ ഫലങ്ങളല്ല ഇവരിൽ നിന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കിയിരുന്നു. മറ്റൊന്നുമല്ല, അധികാരമോഹം. നിത്യതയ്ക്കായി, കർത്താവിൻ്റെ വരവിനായി പ്രത്യാശിച്ച് വേദപുസ്തകം വായിച്ച് ഭക്തിയോടെ കാത്തിരിക്കേണ്ടുന്ന പ്രായത്തിലും ഈ കസേരയ്ക്ക് വേണ്ടി ഇവരടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതൊരു ചക്കരക്കുടമാണ്. ഇതിനകത്ത് കൈയിട്ടാൽ അവർക്കറിയാം ഈ അധികാരം കൊണ്ട്, ഈ കസേരകളുടെ പദവി കൊണ്ട് അവർക്ക് ലഭിക്കാവുന്ന എന്തൊക്കെയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവരിങ്ങനെ തമ്മിലടി നടത്തുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായി പറഞ്ഞു. അടുത്ത മാസം ജനുവരി മാസം നടക്കാനിരിക്കുന്ന 102ാമത് കൺവെൻഷൻ, ഈ 102ാമത് ജനറൽ കൺവെൻഷൻ, അതായത് അടുത്ത ജനുവരി മാസം നടക്കാനിരിക്കുന്ന ഈ കൺവെൻഷന് വേണ്ടിയിട്ടുള്ള കടിപിടിയാണ് നമ്മൾ ഈ നടക്കുന്നത്. അതാണ് ഞങ്ങളുടെ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ ബഹളങ്ങൾ ഉണ്ടാക്കിയത്. ഏതായാലും നടയടിയെല്ലാം കഴിഞ്ഞു. നടയടി കഴിഞ്ഞിട്ട് അതേ ഗ്രൗണ്ടിൽ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം നടത്തി. അതാണ് നിങ്ങൾ കാണുന്നത്. കാൽനാട്ട് കർമ്മം നടത്തിയത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ കാൽനാട്ട് കർമ്മം കഴിഞ്ഞിട്ട് ഇനി അവിടെ കൺവെൻഷൻ നടത്താൻ പോവാണ്. എന്തിന്? ആരെ കേൾപ്പിക്കാൻ? എന്തിനു വേണ്ടി? ഏതായാലും ആത്മീയമായ കാഴ്ചപ്പാടുകളും ചിന്തകളൊന്നും ഇവന്മാർക്കില്ല എന്നുള്ളത് നമ്മൾ ഈ അടിയിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇനി അതിന് 1-2 ക്ലിപ്പ് അടിയുടേത് നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ അത് ഒന്ന് കാണാം. അടിച്ചിട്ടൊന്നുമില്ല. ഇവിടെ നന്നായിട്ട് വീഡിയോ പിടിച്ചിട്ടുണ്ട്. വീഡിയോ ഉണ്ട് വീഡിയോ. നാടകക്കാരും അഭിനേതാക്കളും സത്യത്തിൽ വെള്ള തേച്ച ശവക്കല്ലറകളെന്ന് ഇവന്മാരെയാണ് വിളിക്കേണ്ടത് എന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെയാണ് നടന്ന കഥകളികൾ. ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ജനറൽ കൺവെൻഷൻ നടത്താൻ പോകുന്നു. എന്തിനായി കൺവെൻഷൻ നടത്തുന്നതെന്നറിയാമോ? അതാണ് ഏറ്റവും വലിയ രസം. ഇത്രയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ കണ്ട് കേട്ട്
എല്ലാവരും പച്ചയായിട്ട് കണ്ടു എന്ന് അറിയാമായിരുന്നിട്ടും സമുദായക്കാരും മറ്റുള്ള ആളുകളും എടുത്തിട്ട് അലക്കി വെളുപ്പിച്ച് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പരന്ന് സെക്യുലർ മീഡിയകളിൽ ഏഷ്യാനെറ്റും 24-ഉം റിപ്പോർട്ടറും പോലെയുള്ള ന്യൂസുകളിൽ വരെ വന്ന് ഇത്രയധികം ലോകത്തിൻ്റെ നടുവിൽ ദൈവമക്കളെ വിശ്വാസ സമൂഹത്തെ നാണം കെടുത്തി മാനം കെടുത്തിയിട്ടും ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്നുകൊണ്ട് ഈ കൺവെൻഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാൽ കേട്ടണം. ഒന്ന് കേട്ട് നോക്കേ. പ്രൈസ് ലോർഡ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 102ാമത് ജനറൽ കൺവെൻഷൻ 2026 ജാനുവരി 11 മുതൽ 18 വരെ നടത്തപ്പെടുകയാണല്ലോ. കഴിഞ്ഞ ദീർഘ വർഷങ്ങളായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ക്രമീകൃതമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ എന്ന വണ്ണം ലോക ശ്രദ്ധയെ ആകർഷിച്ച പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആത്മീയ സംഗമം എന്നുള്ള നിലയിലും ഈ 2026 ജനറൽ കൺവെൻഷൻ അനുഗ്രഹമാകും എന്നുള്ളത് യാതൊരു സംശയമില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ജനറൽ കൺവെൻഷൻ്റെ 102ാമത്തെ കൺവെൻഷൻ കുമ്പനാട് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണല്ലോ. ഈ പ്രസ്ഥാനം അടിക്കടി ഉയരുകയും ഈ കൺവെൻഷൻ എല്ലാ നിലകളിലും വലിയ വിടുതലായി തീരുകയും ചെയ്യും എന്നുള്ളതിന് തർക്കമില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തിനും ഈ കൺവെൻഷൻ ഒരു വലിയ ആശ്വാസമായി തീരട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കേ. ദേശത്തിന് ആശ്വാസമാകാൻ, പൊതുസമൂഹത്തിന്, നാട്ടുകാർക്ക് എല്ലാവർക്കും ആശ്വാസം ഉണ്ടാകാൻ ഇത്രയും നടത്തിയ ആശ്വാസമൊന്നും പോരാ. അപ്പോൾ ദേശത്തിന് അനുഗ്രഹമാകാൻ, നാട്ടുകാർക്ക് സത്യത്തിൽ എന്ത് കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയേക്കാളും വലിയ തൊലിക്കട്ടി ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ വന്ന് വീഡിയോയുടെ മുമ്പിലിരുന്ന് ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന പൊതുജനത്തിന് നടുവ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ വീണ്ടും നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു, പണം എന്നുള്ളതാണ് ലക്ഷ്യം. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം പിരിവ് തുടങ്ങിയിട്ടുണ്ട്. വഷളൻ എബ്രഹാം പിരിവ് തുടങ്ങിയിട്ടുണ്ട്. എന്താണ്? 2 കോടി. 102ാമത് കൺവെൻഷൻ്റെ ചെലവ് 2 കോടി. നിങ്ങൾ മനസ്സിലാക്കണം, 2 കോടി. എത്രയോ ലോക്കൽ സഭകളിൽ ഒരു നല്ല സഭാ ഹോളില്ലാതെ, നല്ല മേൽക്കൂരയില്ലാതെ, എത്രയോ സഭകളിലെ ദൈവഭക്തന്മാരുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ചയക്കാനാകാതെ, ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ ഈ കുഞ്ഞു ലോക്കൽ സഭകളിൽ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഷളം കത്തിറക്കിയിരിക്കുകയാണ്. എന്താണ്? ലോക്കൽ സഭയിലെ പാസ്റ്റർമാർ അവരുടെ വിശ്വാസികളോട് പറഞ്ഞ് ഒരു പിരിവെടുത്ത് കുമ്പനാട് എത്തിക്കണമെന്ന്, ഈ 2 കോടിക്ക് പങ്കാളിത്തം വഹിക്കാൻ. നാണമുണ്ടോ? ഉളുപ്പുണ്ടോ ഇവനൊക്കെ? 2 കോടി പിരിച്ചെടുക്കാൻ എന്തിനാ? ഈ കടിപിടി കൂടിയ ഗ്രൗണ്ടിൻ്റെ അകത്ത് വെച്ച് നാട്ടുകാർക്ക് ആശ്വാസം വിളമ്പാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇത്രമാത്രം ഉളുപ്പില്ലാത്ത ഈ കള്ളന്മാരെ, ഒരു ഉളുപ്പും ഇല്ലാത്ത, ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ. അവരൊക്കെ എത്രയോ ഭേദമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരികയാണ്. 2 കോടി രൂപ പിരിച്ചെടുക്കാൻ പോവാ. ഇമാതിരി അടി മുഴുവൻ ഉണ്ടാക്കിയിട്ട് തമ്മിൽ ഒന്നിച്ചിരുന്ന്, അല്ലെങ്കിൽ ഒരു ദൈവദാസന്മാരെ 10 പേരെ വിളിച്ചിരുത്തി മധ്യസ്ഥ പറഞ്ഞ് തെറ്റ് സംഭവിച്ചത് പറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് കൈ കൊടുത്ത് അതേ മീഡിയയുടെ മുമ്പിൽ അതേ ലോകത്തോട് വന്നിരുന്നിട്ട് ഞങ്ങൾ മനുഷ്യരാണ്, ഒരു ബലഹീനതകളുള്ള മനുഷ്യരാണ്, പറ്റിപ്പോയി, ഞങ്ങളിതാ ദൈവസ്നേഹത്തിലെല്ലാം മറന്ന് ഒന്നായിട്ടൊരു കൺവെൻഷൻ നടത്തുകയാണ് എന്ന് പൊതുജനത്തെ ബോധിപ്പിക്കാനെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതൊന്നുമില്ലാതെ ഇമാതിരി അടിയും വഴക്കും 100-ലധികം കേസും കോടതി കിടക്കുമ്പോൾ ജനത്തിന് ആശ്വാസം വിളമ്പാൻ കൺവെൻഷൻ വെച്ചിട്ട് ഇവരെന്താ പറയാൻ പോകുന്നത്? ക്ഷമിക്കണമെന്ന്, സ്നേഹിക്കണമെന്ന്, അതോ യേശുക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായി നിങ്ങൾ മാറണമെന്ന് എന്താ പറയാൻ പോകുന്നത്? എന്നിട്ട് ഈ ഉടക്കിയവരുമായിട്ട് എങ്ങനെയാണ് അവസാനം കർത്തൃമേശ എടുത്ത് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കണേ? യൂദായൊക്കെ ഇവന്മാരെക്കാൾ എന്തുമാത്രം ഭേദമാണെന്ന് ചിന്തിച്ചു പോകേണ്ടി വരുന്നില്ലേ? ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങളുടെ സഭയിലെ അടിമ പാസ്റ്റർമാർ എന്ന് പറഞ്ഞാൽ ഇമാതിരിയുള്ള നാണം കെട്ട ഈ നേതാക്ക കള്ളന്മാരുടെ അടിമകളായി നിൽക്കുന്ന പാസ്റ്റർമാരാണ് നിങ്ങളുടെ സഭാ ശുശ്രൂഷകനെങ്കിൽ
നിങ്ങൾ അധ്വാനിക്കുന്ന, നിങ്ങൾ കഷ്ടപ്പെടുന്ന, നിങ്ങൾ കൂലിപ്പണി ചെയ്തുണ്ടാക്കുന്ന, നിങ്ങൾ തൊഴിലുറപ്പിന് പോയി ഉണ്ടാക്കുന്ന, കാഷ്യൂ ഫാക്ടറി പോയി ഉണ്ടാക്കുന്ന, ടാപ്പിങ്ങിന് പോയി ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഒരു 10 രൂപ പോലും ഈ കാട്ടുകള്ളന്മാർക്ക് കൊടുക്കാനുള്ള ആ പണപ്പിരിവിൽ പങ്കാളിത്തം വഹിക്കാൻ ഇടയാകരുത്. നിങ്ങളുടെ ലോക്കൽ സഭാ പാസ്റ്ററോട് നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഇതിനകത്ത് 1 രൂപ ഞങ്ങൾ ഇതിൽ തരത്തില്ലെന്ന് പറയാൻ വിശ്വാസികൾക്ക് കഴിയണം. അതുപോലെ ഇവരുടെ അടിമകളല്ലാത്ത പാസ്റ്റർമാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയണം, ഈ പോലീസ് കേസിനും വക്കീലിനും കോടതിക്കും കൊടുക്കാൻ ഞങ്ങൾ അധ്വാനിക്കുന്ന, ഞങ്ങൾക്ക് ദൈവം തരുന്ന നന്മയിൽ 1 രൂപ ഞങ്ങളുടെ ലോക്കൽ സഭയിൽ നിന്ന് ഈ പ്രാവശ്യം കുമ്പനാട് കൺവെൻഷൻ എന്ന പേരിൽ പിരിക്കാൻ വരണ്ട, അത് തരത്തില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം, മിനിമം അതിനുള്ളൊരു ആംബിയർ ലോക്കൽ സഭയിലെ ദൈവദാസന്മാർ കാണിക്കണം. ശേഷം എനിക്ക് പറയാനുള്ളത് വിദേശത്തായിരിക്കുന്ന പ്രവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടാണ്. ഞാൻ പറയട്ടെ, ഈ നിങ്ങൾ അധ്വാനിക്കുന്ന, നിങ്ങൾ കൊടുക്കുന്ന നന്മകളൊക്കെയാണ് ഈ വക്കീലന്മാർക്കും കേസ് കളിച്ചും ഇവർ കളയുന്നതെന്ന് ഓർക്കണം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇവന്മാരുടെ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായി ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കേണ്ട നന്മ, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അനുഗ്രഹം നഷ്ടപ്പെട്ട് അവര് അതിൻ്റെ ദൈവിക കോപത്തിന് പാത്രമായി തീരാതിരിക്കേണ്ടതിന് ഇത്രയധികം ലോകത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ ദൈവസഭയെ IPC എന്ന പ്രസ്ഥാനത്തെ നാറ്റിച്ച് പുറത്ത് സുവിശേഷം പറയാൻ പോയാൽ പോലും ഇപ്പോൾ നാട്ടുകാർ വീഡിയോ ഇങ്ങോട്ട് കാണിച്ചിട്ട് ചോദിക്കുക, ഇതിനകത്ത് അടിക്കാനാണോ ഞങ്ങൾ വരേണ്ടത്, ഇതിനേക്കാൾ ഭേദം ഞങ്ങളുടെ പള്ളിയാണ് എന്ന് പറയുന്ന നിലയിലേക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ വിശ്വാസ സമൂഹത്തെ ഇത്രയധികം നാണം കെടുത്തിയ ഈ രക്ഷിക്കപ്പെടാത്ത ഈ പ്രാകൃതന്മാർ, ഈ ജഡീകന്മാര് കാണിക്കുന്ന ഇമ്മാതിരി അധികാരമോഹത്തിനും പണപ്പെരുവിനും ഓരൊറ്റ പ്രവാസികൾ പോലും പങ്കാളിത്തം വഹിക്കരുത്. ഓരൊറ്റ രൂപ നാണയം നിങ്ങൾ ഇതിന്റെ പേരിൽ ഈ പിരിവിന് നിങ്ങൾ പങ്കാളിത്തം വഹിക്കരുത്. വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ മനസ്സലിവ് നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഈ കുമ്പനാട് കൺവെൻഷൻ എന്ന് പറഞ്ഞ് അടുത്ത മാസം നടത്താനിരിക്കുന്ന ഈ ഉത്സവ മാമാങ്കത്തിൽ 1 നാണയത്തൊട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഇനി കുമ്പനാട് കൺവെൻഷൻ എന്നും പറഞ്ഞ് വലിയ ഭക്തിയോടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോടും കൂടെ ഒരു വാക്ക് ഞാൻ പറയാം. ജനറലും സ്റ്റേറ്റ് എന്നും പറഞ്ഞ് രണ്ട് ഗ്രൂപ്പ് തരം തിരിച്ചു നിന്ന് മുറ്റത്ത് കിടന്ന് അടിയുണ്ടാക്കി, വഴക്കുണ്ടാക്കി, പോലീസുകാർ വന്നു, കോടതിയിൽ നിന്ന് ആള് വന്നു, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിലാണ് ഇന്ന് ഓഫീസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പോലീസുകാർ സഹോദര പറയട്ടെ, ബ്രദറെ പറയട്ടെ എന്ന് പറഞ്ഞ് പോലീസുകാർ സംസാരിക്കുമ്പോൾ ഇവന്മാരുടെ വായിൽ നിന്ന് തെറിവിളിയും തന്തയ്ക്കുവിളിയാണ് തിരിച്ചു വരുന്നത്. അത്രയും ജഡീകന്മാരായിട്ട് നിന്ന് അടികൂടുന്ന ഇവരുടെ ഈ ഉത്സവത്തിന് നിങ്ങൾ പങ്കെടുക്കാൻ പോയാൽ, 1 ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് അടി കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണം. 2 ഇനി പോകുന്നെങ്കിൽ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, പോകുന്നവർ ഭക്ഷണം കഴിക്കാൻ കയറിയിരിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഒരു ഗ്രൂപ്പാണ് ഇത് നടത്തുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ മറ്റേ ഗ്രൂപ്പുകാർ എന്ത് ചെയ്യുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ അകത്ത് വരെ വയറിളക്കത്തിൻ്റെ മരുന്ന് കയറ്റി നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ കുമ്പനാട് ഗ്രൗണ്ടിൽ ഓടി നടന്ന് കക്കൂസിൽ പോകേണ്ട ഗതി വരും. അങ്ങനത്തെ അവസ്ഥയിലൂടെ വേണമെങ്കിലും ചെയ്യാൻ മടിക്കാത്തവന്മാരാണ് ഇവർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ഈ കൺവെൻഷൻ വിശ്വാസികൾ ബഹിഷ്കരിക്കുകയും ഒരെണ്ണം ആ ഗ്രൗണ്ടിൽ പോകാതിരിക്കുകയും, ഇവന്മാർ ഈ നടത്തുന്ന 2 കോടിയുടെ പിരിവെന്ന് പറയുന്നത് അധോലോകങ്ങൾ ചെയ്യുന്ന പരിപാടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരൊറ്റ രൂപ നാണയം ഇതിൻ്റെ അകത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തോടും ദൈവവചനത്തോടും കടപ്പാടുള്ള ദൈവമക്കൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മളിത് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും പച്ചയായി ഇതെല്ലാം തെളിയിച്ചു കൊടുത്താലും പിന്നെയും പണം കൊടുക്കാൻ കുറെ പൊങ്ങന്മാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പൊങ്ങന്മാർ അവന്മാർ കൊടുക്കും. കാര്യം ഈ ജനറൽ കൺവെൻഷനിൽ TV ചാനലുകളിലൂടെ നമ്മുടെ ഇന്ന അച്ചായൻ ഇത്ര രൂപ തന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു രോമാഞ്ചം കൊള്ളുന്ന പൊങ്ങന്മാരുണ്ടല്ലോ, അവർക്കൊന്നും നിത്യതയിൽ പ്രവേശനമില്ല. അവർക്കുള്ള പ്രതിഫലം ഇവിടെ തന്നെ കിട്ടിപ്പോയെന്ന് ദൈവവചനത്തിലുണ്ടല്ലോ. അങ്ങനെയുള്ള പൊങ്ങന്മാർ ചിലപ്പം കൊടുക്കുമായിരിക്കും ഞങ്ങളുടെ അച്ഛൻ. പിന്നെ കൊടുത്തില്ലേലും ഇവർക്കൊരു തന്ത്രമുണ്ട്, അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
കൊടുത്തില്ലേലും ഒരു തന്ത്രമുണ്ട്. എന്താ തന്ത്രം എന്നറിയാമോ? വിശ്വാസികളോട് മൈക്കിൽ കൂടെ പറയും, നമുക്കൊരു 20 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഉണ്ട്, അതിൽ ഞങ്ങൾ ഓരോരുത്തരും 2 ലക്ഷം രൂപ വരെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ 5 പേരിട്ടപ്പോൾ 10 ലക്ഷമായി. ഇനി 15 ലക്ഷത്തിൻ്റെ കുറവേ ഉള്ളൂ. അത് ആരൊക്കെ തയ്യാറാണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേൾക്കുന്നവരുടെ ഉള്ളിലൊരു ചിന്ത വരും, അയ്യോ അവരുടെ കയ്യിൽ നിന്നിട്ട് 2 ലക്ഷം കൊടുത്തല്ലോ, അപ്പം ഞാനും 2 ലക്ഷം കൊടുക്കാം എന്ന്. അങ്ങനെ ഒരു 10 പേര് തീരുമാനിക്കുമ്പോൾ തന്നെ എത്രയായി? 20 ലക്ഷം രൂപയായി. നിങ്ങൾ ചിന്തിക്കണം, ആവശ്യം 15ൻ്റെ ആണെങ്കിൽ 20 കയ്യിൽ നിട്ടു, പിന്നെ ഇവരിടാമെന്ന് പറഞ്ഞ് 2 ലക്ഷം ഇടുകയും വേണ്ട, 5 ലക്ഷം രൂപ ബാക്കിയുമായി. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു എന്താ പറയുക, ഒരു ബിസിനസ് തന്ത്രമാണ് ഈ നടക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾ കൊടുത്തിട്ട് ദൈവം പ്രസാദിക്കുമെന്നോ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇല്ലായ്മ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പോട്ടെ ജീവൻ പണയം വെച്ച് കർത്താവിൻ്റെ വേല ചെയ്ത നോർത്ത് ഇന്ത്യയിലുള്ള ദൈവദാസന്മാർക്ക്, അതും സംഘടനയ്ക്ക് അയച്ചു കൊടുക്കരുത്. അവിടെ കഷ്ടപ്പെടുന്ന ദൈവദാസന്മാരുടെ കൈ കിട്ടൂല. സംഘടനയാകുന്ന അമ്പലം വിഴുങ്ങിയാൽ അതും വിഴുങ്ങും. സാധാരണ നമ്മൾ പറയും മീൻ തിന്നിട്ട് മുള്ളെങ്കിലും കൊടുക്കാൻ പറയും, ഇവന്മാർ മുള്ളുപോലും കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയുന്നവരെ നേരിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങളുടെ നന്മ കൊടുത്താൽ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. ഓക്കെ, അതുകൊണ്ട് എന്താ പറയുക, നടയടി കഴിഞ്ഞു, കാൽനാട്ട് കർമ്മം കഴിഞ്ഞു, ഇപ്പം തെണ്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഈ തെണ്ടൽ നിങ്ങളുടെ അരികിലും എത്തും. സൂക്ഷിച്ചാൽ, ദുഃഖിക്കണ്ട, ശ്രദ്ധിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.